പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 30 തിങ്കൾ. പ്രധാന വാർത്തകൾ. ഒമാനിലെ മുൻനിര ധനവിനിമയ സ്ഥാപനമായ ഗ്ലോബൽ മണി എക്സ്ചേഞ്ച് മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ സൗകര്യാർത്ഥം വിശാലമായ പുതിയ ശാഖയും അതോടൊപ്പം ഒരു വിശ്രമ കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഒമാൻ എയർപോർട്ട്സ് ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ ഷെയ്ഖ് സമീർ അഹമ്മദ് മുഹമ്മദ് അൽ നബ്ഹാനി ഈ സൗകര്യം ഔദ്യോഗികമായി തുറന്നു നൽകി. യാത്രക്കാർക്കും അവരുടെ ബന്ധുക്കൾക്കും വിശ്രമിക്കുവാനും ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതുമായ വിവരങ്ങൾ അറിയുവാനും ഉള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും. ഒപ്പം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഈ ശാഖയിൽ നിന്നും ലോകമെമ്പാടുമുള്ള ഏതു കറൻസിയും വിനിമയം ചെയ്യാനും ലോകത്ത് എവിടേക്കും പണം അയക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. യാത്രക്കാർക്കും അവരെ സ്വീകരിക്കാൻ വരുന്നവർക്കും വിശാലമായ ലോഞ്ച് തികച്ചും സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ്. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിൽ കമ്പനിക്ക് 5 ശാഖകൾ ഉണ്ട്. ഇതുകൂടാതെ വിസ സേവനങ്ങൾക്കായി പ്രത്യേകം സംവിധാനം എമിഗ്രേഷൻ ഭാഗത്ത് പ്രവർത്തിച്ചു വരുന്നു. സുൽത്താനേറ്റ് ഓഫ് ഒമാനിലെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിന് സാന്നിധ്യം ഉണ്ട്. മിതമായ നിരക്കിൽ ലോകത്ത് എവിടേക്കും പണം അയക്കുവാനും ലോകത്തിലെ എല്ലാ പ്രധാന കറൻസികളിലും കമ്പനി വളരെ മികച്ച നിരക്കിൽ ഇടപാടുകൾ നടത്തുന്നു. മസ്കത്ത് സലാല അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഈ സേവനങ്ങൾ 2487 വാഗ്ദാനം ചെയ്യുന്നു. യാത്രക്കാരുടെ സൗകര്യാർത്ഥം വേഗത്തിൽ കറൻസി ലഭിക്കുവാൻ ഓൺലൈൻ ഓർഡർ ചെയ്യുവാനുള്ള സൗകര്യവും ഉണ്ട്. ഗ്ലോബൽ മണി എക്സ്ചേഞ്ച് ഡയറക്ടർ ഷെയ്ഖ് അബ്ദുൽ മാലിക് അബ്ദുള്ള അൽ ഖലീലി, മാനേജിംഗ് ഡയറക്ടർ KS സുബ്രഹ്മണ്യൻ, ജനറൽ മാനേജർ സോനം ഡോർജെ, ബോർഡ് ഉപദേഷ്ടാവ് അഡ്വക്കേറ്റ് R മധുസൂദനൻ നായർ, എയർപോർട്ട് ശാഖാ മാനേജർ മൻസൂർ KT, മറ്റു ജീവനക്കാരും ഒമാൻ എയർപോർട്ട്സ് ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. സുൽത്താനേറ്റ് ഓഫ് ഒമാനിലെ സാമ്പത്തിക സേവന രംഗത്ത് മുൻനിരയിലുള്ള സ്ഥാപനത്തിന്റെ ലോകോത്തര ധനവിനിമയവും കറൻസി സേവനങ്ങളും നൽകുന്നതിനുള്ള ദൗത്യത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് ഈ പുതിയ സംവിധാനം. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെ മഴ ലഭിച്ചു. സമായിൽ, നഖൽ റുസ്താഖ്, നഖൽ ബുറൈമി, ദങ്ക് അൽ അവാബി സ്ട്രീറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ കിട്ടിയത് കത്തുന്ന ചൂടിന് ആശ്വാസം പകരുന്നതായെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മഴ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഉച്ചയോടെ പതിയെ തുടങ്ങിയ മഴ രാത്രിയാണ് ശക്തിയാർജിച്ചത്. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗത തടസ്സം നേരിട്ടു. അതേസമയം ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച 10 മുതൽ 60 മില്ലിമീറ്റർ തീവ്രതയുള്ള മഴ ലഭിച്ചേക്കും. കനത്ത കാറ്റും ഇടിമിന്നലും ഉണ്ടാകും. ആലിപ്പഴ വർഷിക്കും. അൽ ഹജർ പർവ്വതങ്ങളിൽ സമീപ പ്രദേശങ്ങളിലും ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലേക്ക് മഴ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ധോഫാർ ഗവർണറേറ്റിന്റെ തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും അൽവുസ്ത ഗവർണറേറ്റിന്റെ ചില ഭാഗങ്ങളിലും 10 മുതൽ 20 മില്ലിമീറ്റർ വരെ ലഭിച്ചേക്കും. മണിക്കൂറിൽ 27 മുതൽ 65 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. ഇതിന്റെ ഫലമായി ധോഫാറിലും അൽവുസ്തയിലും പൊടി ഉയരാനും സാധ്യതയുണ്ട്. ഇത് ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കും. അറബിക്കടലിൽ 2 മുതൽ 2.5 മീറ്റർ വരെ തിരമാലകൾ ഉയരും. അതേസമയം ഒമാൻ കടലിൽ 1.5 മുതൽ 2 മീറ്റർ വരെയായിരിക്കും തിരമാലകൾ. ചൊവ്വാഴ്ച ധോഫാർ ഗവർണറേറ്റിലെയും ഹജർ പർവ്വത നിരകളിലും തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും 10 മുതൽ 20 മില്ലിമീറ്റർ വരെ മഴ പെയ്തേക്കും. ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിച്ചേക്കും. മണിക്കൂറിൽ 27 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ജബൽ അക്തർ വിലായത്തിൽ നടന്ന നൂതന അഗ്രി ടൂറിസം പരിപാടിയായ റുമ്മാന ഫെസ്റ്റിവലിന് 2ാം പതിപ്പിലേക്ക് എത്തിയത് 51,078 സന്ദർശകർ.
കഴിഞ്ഞ വർഷം നടന്ന പ്രഥമ പരിപാടിയിൽ 22,482 പേർ ആയിരുന്നു സന്ദർശകർ. സീഹ് കിത്ന ഗ്രാമത്തിലെ ജനേൽ ഫാമിൽ ആയിരുന്നു റുമ്മാന പരിപാടികൾ അരങ്ങേറിയത്. ജബൽ അക്തറിന്റെ കാർഷിക വിനോദസഞ്ചാരത്തെ ഉയർത്തിക്കാട്ടുന്നതാണ് റുമ്മാന ഫെസ്റ്റിവൽ. സന്ദർശകർക്ക് പരിസ്ഥിതി സൗഹൃദ രീതികൾ പ്രദർശിപ്പിക്കുകയും അതുല്യമായ അനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ കാർഷിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ജബൽ അക്തറിലെ സന്ദർശകർക്ക് കാർഷിക ടൂറിസം അനുഭവം വർദ്ധിപ്പിക്കുന്നതിലും പ്രാദേശിക കർഷകർക്ക് അവരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിൽ പിന്തുണ നൽകാനും ഇവന്റിന്റെ രണ്ടാം പതിപ്പിലൂടെ സാധിച്ച വ്യക്തികൾ മുതൽ കുടുംബങ്ങൾ വരെയുള്ള എല്ലാ സന്ദർശകർക്കും അനുയോജ്യമായ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും അനുഭവങ്ങളുമാണ് ഇവന്റ് പ്രദാനം ചെയ്യുന്നത്. വിനോദം, മാതളനാരങ്ങ വിൽപ്പന, ഭക്ഷണം, പാനീയങ്ങൾ എന്നിവയും വിപുലമായ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിത കോണുകളും ഒരുക്കിയിരിക്കുന്നു. റുമ്മാന രണ്ടാം പതിപ്പിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 45 ചെറുകിട ഇടത്തരം കമ്പനികളുടെ പങ്കാളിത്തമുണ്ടായിരുന്നുവെന്ന് ടൂറിസം അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്പനിയുടെ ഫീൽഡ് വർക്ക് ടീം മേധാവി എഞ്ചിനീയർ ഖാലിദ് ബിൻ ഹമദ് അൽ അക്ബാരി പറഞ്ഞു. മാതളനാരങ്ങ വിളവെടുപ്പ് സീസൺ ആരംഭിച്ചത് സന്ദർശകരുടെ വരവിൽ ഗണ്യമായ വർധനവുണ്ടാക്കി. വിപണി പിടിക്കാൻ യഥാർത്ഥ വിലയിലും കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം കൂടുതൽ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനും വിപണിയിൽ ആധിപത്യം നേടുന്നതിനും ലക്ഷ്യം വെച്ച് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരക്ക് യഥാർത്ഥ നിരക്കിനേക്കാൾ കുറച്ച് നൽകുന്നത് കുത്തക നിയന്ത്രണ നിയമത്തിന്റെയും മത്സര സംരക്ഷണ നിയമത്തിന്റെയും ലംഘനമാണെന്നും മന്ത്രാലയം വ്യാപാരികൾക്ക് നൽകിയ അറിയിപ്പിൽ വ്യക്തമാക്കി. വാണിജ്യ മേഖലയിൽ ഫലപ്രദമായ മത്സര സാഹചര്യം ഒരുക്കുന്നതിന് ഇളവുകളും ഡിസ്കൗണ്ടുകളും പ്രഖ്യാപിക്കുന്നതിന് നടപടികൾ എളുപ്പമാക്കിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ വിലയിലും കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നത് വാണിജ്യ മേഖലയെ സാരമായി ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഒമാനിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രൊമോഷനുകളും ഡിസ്കൗണ്ടുകളും ഓഫറുകളും പ്രഖ്യാപിക്കുന്നതിന് അധികൃതരുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് നേരത്തെ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഉപഭോക്തൃ സംരക്ഷണ വിഭാഗവുമായി സഹകരിച്ചാണ് മന്ത്രാലയം തീരുമാനം. മുൻകൂർ അനുമതിയില്ലാതെ 30% വരെ ഇളവുകളും ഡിസ്കൗണ്ടും നൽകാൻ സാധിക്കും. കിഴിവുകളും പ്രൊമോഷൻ ഓഫറുകളും ആഴ്ചയിൽ തുടർച്ചയായി 3 ദിവസത്തിൽ കൂടാനും പാടില്ല. പ്രൊമോഷനുകൾ മാസത്തിൽ 3 തവണയിൽ കൂടുതൽ നൽകരുതെന്നും വ്യവസ്ഥയുണ്ട്. മുൻകൂർ അനുമതി ആവശ്യമില്ലെങ്കിലും കിഴിവുകളോ പ്രൊമോഷൻ ഓഫറുകളോ നൽകുന്നുണ്ടെങ്കിൽ അക്കാര്യം ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തെ അറിയിക്കാം. നേരത്തെ മുൻകൂർ അനുമതി നിർബന്ധമായിരുന്നെങ്കിലും പ്രാദേശിക കച്ചവടം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. വാണിജ്യ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനും വിപണിയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ന്യായമായ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് ഇതുവഴി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. കേരള പ്രവാസി ക്ഷേമനിധിയിൽ തുടർച്ചയായി 1 വർഷത്തിലധികം അംശാദായം അടക്കാത്തതിനാൽ അംഗത്വം സ്വമേധയാ നഷ്ടമായവർക്ക് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് ഇളവുകൾ അനുവദിക്കാൻ തീരുമാനമായി. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ 48ാമത് ഡയറക്ടർ ബോർഡ് യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. 2009 മുതൽ ഇതുവരെ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തവരും പെൻഷൻ പ്രായം പൂർത്തീകരിക്കാത്തവരും 1 വർഷത്തിലേറെ അംശാദായ അടവിൽ വീഴ്ച വരുത്തിയവർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക. കുടിശ്ശിക തുക പൂർണ്ണമായും ആകെ കുടിശ്ശിക തുകയുടെ 15% മാത്രം പിഴയായി ഒടുക്കിയും അംഗത്വം പുനഃസ്ഥാപിക്കാം. ഇതു സംബന്ധിച്ച ഉത്തരവ് ഉടൻ നിലവിൽ വരുമെന്നും ക്ഷേമനിധി അംഗങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഒമാനിൽ ഉൾപ്പെടെ തുടർച്ചയായി 1 വർഷത്തിൽ അധികം അംശാദായം അടക്കാത്തതിനാൽ അംഗത്വം സ്വമേധയാ നഷ്ടമായവർക്ക് പുതിയ ഇളവുകൾ ഏറെ ഗുണകരമാകും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സുനാമിയുടെയും അപകടങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി ദേശീയ അടിയന്തര മാനേജ്മെന്റ് കമ്മിറ്റി ക്യാമ്പയിൻ ആരംഭിച്ചു. ദോഫാർ ഗവർണറേറ്റിൽ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. ഒക്ടോബർ 7 വരെ ആദ്യഘട്ട ക്യാമ്പയിൻ നടക്കും. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും സുനാമി തിരമാലകളും മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചുള്ള സാമൂഹ്യ അവബോധം വർദ്ധിപ്പിക്കുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്.
ധോഫാർ ഗവർണറേറ്റിലെ എല്ലാ വിലായത്തുകളിലും പ്രചരണം നടത്തും. പ്രാദേശിക സമൂഹത്തെ ലക്ഷ്യമിട്ട് വിദ്യാഭ്യാസം, സമ്പദ് വ്യവസ്ഥ, സുരക്ഷ, കമ്മ്യൂണിറ്റി ഇടപെടൽ എന്നിങ്ങനെ 4 പ്രധാന മേഖലകളിലും ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിനാഘോഷത്തിൽ കൗതുകമായി രക്ഷിതാക്കളുടെ ദഫ് പ്രദർശനം. മബേല ശിഹാബ് തങ്ങൾ സ്മാരക ഹയർ സെക്കൻഡറി ഖുർആൻ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് ദഫുമായി അരങ്ങിലെത്തിയത്. വേഷവിധാനങ്ങളോടെ ചടുലമായ താളത്തിൽ ദഫ് പ്രദർശനം നടത്തിയ രക്ഷിതാക്കളുടെ പ്രകടനം കുട്ടികൾക്കും കൗതുകമായി. ഉപ്പമാരുടെ താളത്തിനൊത്ത് കുട്ടികളും കളിച്ചപ്പോൾ വേറിട്ട കാഴ്ചയായി. വേദിയിൽ ദൃശ്യവിരുന്നൊരുക്കിയ രക്ഷിതാക്കളുടെ ദഫ് ടീം ആയ ടീം കുർത്തുബ കാണികളിലും ഗൃഹാതുരത്വം നിറച്ചു. മീലാദ് ഫെസ്റ്റിവൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാസാഹിത്യ മത്സരങ്ങളും നബിദിന റാലിയും അരങ്ങേറി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.